ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവി വന്ന് ആനന്ദിനോട് പറയാണ്, പോയിട്ട് വാ, എന്തായാലും സന്തോഷമായിട്ട് തിരിച്ച് വരുമ്പോൾ ആനന്ദേട്ടൻ മനസ്സൊക്കെ മാറി വരും. അപ്പോൾ ആനന്ദിന് ദേഷ്യം വരും കേട്ടോ. ആനന്ദ് പറയുന്നുണ്ട്, അങ്ങനെ എൻ്റെ മനസ്സ് മാറ്റാനായിട്ട് നീ നോക്കണ്ട, ഞാൻ പോയിട്ട് വരുമ്പോൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടായിരിക്കും വരുന്നത്. അതോടുകൂടി നിൻ്റെ ഇവിടുത്തെ താമസവും പൊറുപ്പും ഒക്കെ എല്ലാം ഞാൻ തീർക്കും. നിൻ്റെ അച്ഛനോട് ഞാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിരിച്ചു വന്നോട്ടെ, നിന്നെ അങ്ങേരോട് തന്നെ വന്ന് വിളിച്ചോണ്ട് പോകാൻ പറയാം, അതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും ദേവി പറയേണ്ട, ആനന്ദേട്ട എൻ്റെ അച്ഛനോട് എന്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്? അതിപ്പോൾ നീ അറിയേണ്ട കാര്യമില്ല, പറയേണ്ടതെല്ലാം ആ ഫ്രോഡിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടേ വരൂ. അപ്പോൾ ദേവി വീണ്ടും പറയുന്നുണ്ട്, ആനന്ദേട്ട തിരിച്ചു വരുമ്പോൾ ആനന്ദേട്ടൻ പുതിയൊരാളായിട്ട് വരണം, നല്ല സന്തോഷമായി മനസ്സൊക്കെ മാറി, അത് ഞാൻ ആലോചിച്ചോളാം, നീ എന്നെ മനസ്സിലാക്കിപ്പിക്കാൻ വരണ്ട എന്ന് പറയാം. തൊട്ടപ്പുറത്തെ റൂമിലാണെങ്കിൽ നമ്മുടെ ആര്യനും അതുപോലെ ആകാശമൊക്കെ ഭയങ്കര സന്തോഷത്തിലാട്ടോ. മിത്രയ്ക്കാണെങ്കിൽ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്, കാരണം കൂടെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആര്യൻ്റെ കൂടെയൊക്കെ നല്ലൊരു ട്രിപ്പ് അങ്കിൾ പറഞ്ഞു വിടുമ്പോൾ ഇവർക്ക് പോകാൻ പറ്റത്തിനുള്ള വിഷമമുള്ളതുകൊണ്ട് അപ്പോൾ ആര്യം വന്ന് പറഞ്ഞിട്ടുണ്ട്, മിത്രേ നീ വിഷമിക്കാതെ, എന്തായാലും നമുക്ക് പോയല്ലേ പറ്റൂ, അച്ഛൻ പറഞ്ഞാൽ പിന്നെ പോകാണ്ടിരിക്കാൻ പറ്റൂ, എന്നാലും ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്ന ആര്യ വിചാരിച്ചത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഞങ്ങൾ ആദ്യം പോയിട്ട് വരാം, അത് കഴിയട്ടെ, പിന്നീട് എല്ലാവർക്കും കൂടെ പോവാം, ഇതായിരിക്കും അച്ഛൻ്റെ തീരുമാനം. പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ ആനന്ദേട്ടൻ്റെ അവസ്ഥ കണ്ടില്ലേ, വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പുള്ളിക്കാരൻ. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണമെന്ന് അച്ഛൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. അച്ഛൻ്റെ സ്വഭാവം വച്ചിട്ടേ എൻ്റെ മോനെ ആനന്ദേ, നീയേ ഈ സ്വഭാവമൊക്കെ മാറ്റി നല്ലതായിട്ട് വരണം, സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ തിലകൻ്റെ മനസ്സാണ്. അപ്പോൾ അങ്ങനെ തിലകനാവാൻ അച്ഛന് സാധിക്കില്ല. അതുകൊണ്ടാണ് അച്ഛൻ ഈ ഒരു ഐഡിയ എടുത്തത്. ഇങ്ങനെ ടൂറ് പോകുമ്പോഴത്തേക്കും എല്ലാവരുമായിട്ട് സന്തോഷിച്ചും ചിരിച്ചും ഉല്ലസിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ ആ ഒരു മാനസിക പിരിമുറുക്കമൊക്കെ മാറുമല്ലോ. ആനന്ദേട്ടനെ നമുക്ക് ജീവിതത്തിലേക്ക് പഴയ പോലെ കൊണ്ടുവരാമല്ലോ, ഇതായിരിക്കണം അച്ഛൻ്റെ ഉദ്ദേശം. അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആകാശം മീനാക്ഷിയും കൂടെ മുറിയിലേക്ക് കയറി വരിക കേട്ടോ. നോക്കുമ്പോൾ ആര്യൻ ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും അതേപോലെ തന്നെ ആകാശം ഇട്ടുകൊണ്ട് വന്നിരിക്കുക. ആകാശിന് ഇത് കാണുമ്പോൾ ദേഷ്യം വരിക കേട്ടോ. എടാ ആര്യ, നിന്നോട് ആരാടാ പറഞ്ഞാൽ ബ്ലാക്ക് ഇടാൻ? ഞാനിതിട്ടൊന്നും ഇപ്പോൾ രണ്ടുപേരും ഒരുപോലെ ആയില്ലേ, അതിനിപ്പോൾ എന്താ, ഊര് കളയടാ, മര്യാദയ്ക്ക് നീ ഊര്, നീ വേറെ ഷർട്ട് ഇട്ടോ, ഞാൻ ബ്ലാക്ക് തന്നെ ഇടും എന്നും പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായിട്ടോ. അങ്ങനെ ആര്യം പറഞ്ഞിട്ട്, ആകാശേട്ടൻ എന്തിൻ്റെ കേടാ, ഞാൻ ഇടത്തില്ല, എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം, എടാ രണ്ടുപേരും കൂടി ഇട്ടുകൊണ്ട് പോകണം ശരിയാണോ, യൂണിഫോം പോലെ ഇരിക്കുകയെന്ന്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷർട്ട് വലിച്ച് കീറാൻ പോണ നേരത്ത് മീനാക്ഷി പറയാം, മതി നിർത്ത്, ഇനിയിപ്പോൾ ഷർട്ടിൻ്റെ പേരും പറഞ്ഞാണോ അടിയുണ്ടാക്കുന്നത്? അപ്പോൾ ഉടനെ തന്നെ ആര്യം പറയാം, നിങ്ങൾ പോയി ഷർട്ട് മാറ്റി, അതാ നല്ലത്, കാരണം നിങ്ങൾക്ക് ഈ വെളുപ്പ് മാത്രമേ ഉള്ളൂ, ആറ്റിറ്റ്യൂഡ് ഒട്ടുമില്ല. പക്ഷേ എനിക്കങ്ങനെയല്ല, എനിക്ക് നല്ല ആറ്റിറ്റ്യൂഡുണ്ട്, അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇട്ടാൽ പൊളിക്കും എന്ന് ആര്യം പറയാം കേട്ടോ. അത് ശരി, അങ്ങനെയാണ്, എന്നാൽ പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വീണ്ടും ഷർട്ടിനെ പിടിച്ച് വലിച്ചെടുക്കുക കേട്ടോ ആകാശ്. അങ്ങനെ മീനാക്ഷി വന്നിട്ട് രണ്ടുപേരെയും മാറ്റിയിട്ട് പറയാം, നിങ്ങൾ അടിയൊക്കെ മതി, നിർത്തിക്കോ, പക്ഷേ ഭയങ്കര ത്രില്ലിലാണ് നിങ്ങളെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നൊരു കാര്യം, പോകുന്നൊക്കെ കൊള്ളാം, ഓരോ മണിക്കൂർ ഇടവിട്ട് ഞങ്ങളെ വീഡിയോ കോൾ ചെയ്തേക്കണം. ഉല്ലസിക്കാനും സന്തോഷിക്കാനും ടൂറിന് പോകുന്ന നിങ്ങളെ ഇനി വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കാനോ? അതെ, വീഡിയോ കോൾ വിളിക്കണം, നിങ്ങളെ വിളിച്ചില്ല എന്നുണ്ടെങ്കിലേ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും. എന്തൊക്കെയാണ് ഈ പറയണത്? അതെ, നിങ്ങളുടെയൊക്കെ സ്വഭാവങ്ങളെ നല്ല പോലെ ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇപ്പം തന്നെ വിളിക്കാം, നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. അത് ശരി, അങ്ങനെയാണല്ലേ, കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്ത് ബാഗും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് ബാലൻ വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വലിയൊരു ഇന്നോവയാണ് വരുന്നത്. അപ്പോൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് അകത്തേക്ക് കയറുമ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ആര്യം വന്നു, ആര്യൻ്റെ ഡ്രസ്സും ഒക്കെ പാക്ക് ചെയ്തു, മിത്ര യാത്ര അയക്കാനായിട്ട് വന്നിട്ടുണ്ട്. തൊട്ട് പിറകെ തന്നെ ആകാശും മീനാക്ഷിയും അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. യാത്ര അയക്കാനായിട്ട് ഗോമതിയും അനുമോളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ധർമ്മനും ധർമ്മൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സുകന്യ എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ധർമ്മം പറയാണ്, ചേച്ചി അവളെ കൂടെ കൊണ്ടുപോകത്തിൻ്റെ ദേഷ്യം കേട്ടോ, മുറിക്കകത്ത് കയറി ഇരിക്കുകയാണ്. അത് ശരി, യാത്ര അയക്കാൻ വരാത്തതും അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പറ്റുമോ, നീ പോയി വിളിച്ചിട്ട് വന്നു. കുറച്ച് കഴിയുമ്പോൾ സുകന്യ ഇറങ്ങി വരുവാണ്. അങ്ങനെ നമ്മുടെ അനുമോള് വിഷമിച്ച് മാറി നിൽക്കുന്നു കേട്ടോ. ഈ സമയത്ത് എല്ലാവരും വരുവാണ്. അപ്പോൾ അവസാനമായിട്ട് ആനന്ദം വരുവാണ്. ആനന്ദിൻ്റെ മുഖം അത്ര തെളിച്ചൊന്നും അല്ല. തൊട്ട് പുറകെ ദേവിയും വന്ന് അവിടെ ഒതുങ്ങി മാറി നിൽക്കുകയാണ്. ദേവിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ആനന്ദ് മിണ്ടുന്നുമില്ല. എല്ലാവരും യാത്ര അയക്കാനും നിൽക്കുമ്പോൾ കാറ് വരുവാണ്. കാറ് വന്ന് കയറാൻ പോകുമ്പോഴാണ് ധർമ്മൻ പറയണം, അതെ അളിയൻ ഇവിടെ
അളിയന് അല്ലേ കാറിൻ്റെ പൈസയൊക്കെ കൊടുക്കേണ്ടത്, കാശും കാര്യങ്ങളൊന്നും തന്നില്ലല്ലോ, എല്ലാം പറഞ്ഞിട്ട് വേണ്ടി നമ്മളെ പറഞ്ഞു വിടാനായിട്ട്. അപ്പോൾ ഗോമതി പറയാൻ അകത്തുണ്ട് ഇപ്പം വരും എന്ന് പറഞ്ഞ് നിൽക്കുന്ന നേരം കൊണ്ട് ദേ വരുന്നു ബാലൻ. ഒരു ഷർട്ടും പാൻറ്റും പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി വരുന്ന ബാലനെ കണ്ടിട്ട് ഇവരെല്ലാവരും അന്തം വിട്ട് പോവാട്ടോ. കാരണം ഒന്നാമത് ബാലൻ വരുന്നു എന്നുള്ളത് ഇവർക്കറിയില്ല, രണ്ടാമത് അച്ഛൻ്റെ ഈ ഒരു ഡ്രസ്സും വേഷവിധാനങ്ങളും മൊത്തത്തിൽ കണ്ടിട്ട് ഇവർക്കും ഇങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ. എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താ അച്ഛാ ഇങ്ങനെ, എന്താ കുഴപ്പം, എനിക്കെന്താ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൂടെ? അല്ല ബാലേട്ടൻ എന്തിനാ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കണേ? ഞാൻ കൂടെ പോവാം ഇവരോട്, അല്ലാതെ എൻ്റെ പിള്ളേരെ ഒറ്റയ്ക്ക് ടൂർ വിടാനോ? അത് പറ്റത്തില്ല, ഞാനും കൂടെ പോകണമെന്നോ? ദൈവമേ, അപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകാതെ ബാലേട്ടൻ പോവാണോ? ഇവരെൻ്റെ ആമക്കളല്ലേ കൂടെ പോകുന്നത്, അവരുടെ ഭാര്യമാരൊന്നും അവരുടെ കൂടെ പോകണില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ കൂടെ പോകണ്ടേ? അതുകൊണ്ടാണ് അവർക്കൊരു കമ്പനി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ തന്നെ ആകാശും അതുപോലെ നമ്മുടെ ആര്യനും ധർമ്മനും കൂടെ ആകെ പെട്ടുപോയി കേട്ടോ. ഒന്നാമതേ ബാലൻ്റെ സ്വഭാവം നല്ല എന്താണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. കൊള്ളാം, അച്ഛൻ്റെ കൂടെ ടൂർ ഉല്ലസിക്കാനോ ഒരിക്കലും നടക്കാത്ത കാര്യം. ആകെ ഉണ്ടായിരുന്ന സന്തോഷവും ഒക്കെ പോയല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് അവർ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഉടനെ ബാലൻ പറയണ്ട, എന്താടാ നിങ്ങളുടെയൊക്കെ മുഖങ്ങൾക്കൊന്നും ഒരു തെളിച്ചയില്ല, ഞാൻ വരുന്നത് കൊണ്ടാണോ? അങ്ങനെയൊന്നുമില്ല, അച്ഛൻ കൂടെ വന്നോ, കുഴപ്പമില്ല. ആനന്ദേ നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോടാ ഞാൻ വരുന്നതിൽ? ഇല്ലച്ചാ, എന്നാൽ പിന്നെ നമുക്ക് പോയാലോ? പോവാം. പക്ഷേ മീനാക്ഷിക്കും മിത്രയ്ക്കും ഭയങ്കര സന്തോഷം കേട്ടോ, അച്ഛൻ കൂടെ പോകുന്നുണ്ട്. കാരണം കുറച്ച് മുന്നേ ഭർത്താക്കന്മാരോട് അടി കൂടിയതേ ഉള്ളൂ, വീഡിയോ കോൾ ചെയ്യണമെന്നും അവിടെ പോയി വേണ്ടാത്ത ഇതിനൊന്നും കാണിക്കരുതെന്നും. അപ്പോൾ ഇവർ വലിയ ഗമയിൽ അങ്ങ് പറഞ്ഞു, ഞങ്ങളെ ഭരിക്കാൻ വരണ്ടാന്ന്. ഇപ്പോഴത്തെ അച്ഛൻ കൂടെ പോകുമ്പോൾ എന്തായാലും ഇവരുടെ കളികളൊന്നും നടക്കില്ലെന്ന് മീനാക്ഷിക്കും മിത്രയ്ക്കും അറിയാം. അപ്പം തന്നെ ആര്യം പറയാം, നിന്ന് ചിരിച്ചോ, നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ നടന്നല്ലോ അല്ലേ? അതേ നടന്നു അച്ഛൻ കൂടെ പോയിട്ട് വാ, നല്ലതായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെല്ലാവരും കൂടെ കയറി പോവാണ് കേട്ടോ. പോയി അവരെ കുറച്ച് ദൂരം പോകുന്ന സമയത്ത് ഇവിടെ മീനാക്ഷിയും മിത്രയും കൂടെ ഭയങ്കര ഡാൻസാണ്. ഒന്നാമത് ഇവർ പോയപ്പോൾ എല്ലാവരും കൂടെ പോയതിൻ്റെ സന്തോഷം, രണ്ടാമത് ഇവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള സന്തോഷം, അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം ഇവരുടെ ഈ ഡാൻസും പാട്ടുമൊക്കെ കാണുമ്പോഴത്തേക്കും ഗോമതി ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്കൊക്കെ ഇത്ര സന്തോഷം? അമ്മയ്ക്ക് എന്താ ഇത്ര വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല. അപ്പം തന്നെ ഉടനെ നമ്മുടെ മിത്ര പറയണം കേട്ടോ, അപ്പച്ചി വിഷമിക്കണ്ട കേട്ടോ, എന്തായാലും കുറച്ച് നേരം നമ്മുടെ എന്തായാലും അങ്കിള് കുറച്ച് സമാധാനമായിട്ട് ഇരുന്നോട്ടെ എന്ന് പറയാം. എന്താടി നീ പറഞ്ഞത്? അപ്പോൾ ഞാൻ സമാധാനക്കേടാണല്ലേ എൻ്റെ ബാലേട്ടന്? അത് ശരി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞാൽ അവിടെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലോ അടിയും ബഹളവും സ്നേഹം കൊണ്ടാട്ടോ. ഇതൊക്കെ കണ്ടിട്ട് സുകന്യയ്ക്കും ചിരി വരുന്നുണ്ട്. നമ്മുടെ ദേവി ഇന്ന് വരെയും ചിരിക്കാതെ നിന്ന ദേവിക്ക് പോലും ചിരി വരുവാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കേട്ടോ. അങ്ങനെ ദേവിയുടെ സന്തോഷവും ഒക്കെ ആയിട്ട് അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാറിൽ നിന്ന് ഇവരെല്ലാവരും ബലം പിടിച്ചിരിക്കുകയാണ്. അച്ഛനല്ലേ മുന്നിലിരിക്കണേ, എന്ത് പറയാൻ പറ്റും? വേണ്ട, അതിനെന്തെങ്കിലും പറയാൻ പറ്റുമോ? ആകാശും ആര്യനും ധർമ്മനും കൂടെ ഒരുമാതിരി പെട്ട അവസ്ഥയിൽ ഇരിക്കാൻ കേട്ടോ. ഈ അളിയൻ എന്തിൻ്റെ കേടായിരുന്നു ഈ വണ്ടി കൂടെ ചാടിക്കയറാനായിട്ട്? വല്ല ആവശ്യമുണ്ടായിരുന്നു? നമ്മളെ ടൂറ് പൊക്കോളാൻ പറഞ്ഞപ്പോൾ അല്ല ഹാപ്പി ആയിട്ടിരുന്നതാ, ഇങ്ങനെ ഒരു കുരിശ് വരുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം തന്നെ ബാലൻ തിരിഞ്ഞു നോക്കിയിട്ട്, എന്താടാ പറഞ്ഞത്? എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഇതെന്താ മരണ വീട്ടിൽ പോയി കുത്തിയിരിക്കുന്ന പോലെ ഒരുമാതിരി വിഷമിച്ചോ എന്തൊക്കെയായിട്ട് ബലം പിടിച്ച് ഇങ്ങനെയാണോടാ ടൂറ് പോകുന്നത്? അടിച്ച് ഉല്ലസിച്ച് പൊളിച്ചല്ലേ പോവേണ്ടത്? അല്ല, അത് ഞങ്ങളെ കന്യാകുമാരി ചെന്നിട്ട് അടിച്ച് പൊളിച്ചോളാം അച്ഛാ എന്നിങ്ങനെ ആര്യം പറയാട്ടോ. കന്യാകുമാരിയിൽ എത്തിയിട്ടാണോ അടിച്ച് പൊളിക്കുന്നത്? ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ വണ്ടിയിൽ കയറുന്ന സമയം മുതൽ നമ്മൾ അടിച്ച് പൊളിക്കണ്ടേ? പൊളിക്കട പിള്ളേരെ, നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നാലോ? അച്ഛൻ എന്തായി പറഞ്ഞേ? അച്ഛൻ്റെ മുമ്പേ വെച്ച് ഇവർക്ക് ഒരു വാക്ക് പോലും പറയാനുള്ള ധൈര്യമില്ല, പിന്നെ എങ്ങനെയാണ്? പക്ഷേ ബാലൻ വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. എങ്ങനെയെങ്കിലും നമ്മൾ ആനന്ദിൻ്റെ മനസ്സ് മാറ്റി തിരിച്ചു കൊണ്ടുവരണം, അത് മാത്രമാണ് ബാലൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി ഇനിയിപ്പം മക്കൾക്ക് വേണ്ടി എത്ര തറയാവാനാണ് തയ്യാറായിട്ട് റെഡിയായി ഇരിക്കാൻ കേട്ടോ. അപ്പം വീണ്ടും ആര്യനോടും ആകാശനോടും ധർമ്മനോടും പറയാം, എടാ നിങ്ങളിങ്ങനെ ബലം പിടിച്ചതുപോലെ ഇരിക്കില്ലേ, എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞൊന്ന് പൊട്ടിച്ചിരിച്ച് അടിച്ച് പൊളിച്ച് വേണ്ടി നമുക്ക് പോകാനായിട്ട് ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവർക്കൊരു ആത്മവിശ്വാസമായി, എന്നാലും ചെറിയൊരു ചമ്മൽ നാണക്കേടുമായിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ കന്യാകുമാരിയിലേക്ക് പോകാനായിട്ട് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.